ജപ്തി ഭീഷണിയിലായ വീട്ടിൽ നിന്ന് 37 വർഷമായി തളർന്നു കിടക്കുന്ന മകനെയും കൊണ്ട് എങ്ങോട്ടിറങ്ങുമെന്നറിയാത്ത ദുരവസ്ഥയിലാണ് കൂലിപ്പണിക്കാരനായ ഉദയനും ഭാര്യയും. ആലുവ നെടുവന്നൂർ തവിടപ്പള്ളി കോളനിയിലെ 4 സെന്റും വീടും ജപ്തി ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതോടെയാണ് കട്ടിലിൽ പോലും കിടക്കാൻ കഴിയാതെ പായിൽ വട്ടം തിരിയുന്ന മകനെയും കൊണ്ട് തെരുവിലിറങ്ങേണ്ടി വരുന്നത്. ജന്മനാ തന്നെ ഇരു കൈകളും കാലുകളും തളർന്ന് സംസാരശേഷിയില്ലാത്ത മകനുമായാണ് കഴിഞ്ഞ 37 വർഷമായി ആലുവ നെടുവന്നൂർ സ്വദേശിയായ ഉദയൻ്റെയും ഭാര്യ സുമതിയുടെയും ജീവിതം. കാലത്തോടൊപ്പം ശരീരവും വളർന്നെങ്കിലും കൊച്ചുകുട്ടിയെപ്പോലെ പ്രതികരിക്കുന്ന അജയനെ നോക്കാൻ ഒരാൾ മുഴുവൻ സമയവും അടുത്തു വേണം. പ്രാഥമിക ആവശ്യങ്ങൾക്ക് എടുത്ത് പുറത്തു കൊണ്ടുപോകണം. കൂലിപ്പണിക്കാരനായ ഉദയന് 4 വർഷം മുമ്പ് പക്ഷാഘാതം വന്ന് കാലുകൾക്കും കൈകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ടു. ഇതോടെ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതായി. ശയ്യാവലംബിയായ മകന് കഴിഞ്ഞ 23 വർഷമായി ലഭിച്ചിരുന്ന വികലാംഗ പെൻഷൻ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ നിലച്ചു. അജയന് ആധാർ കാർഡുമില്ല, റേഷൻ കാർഡിൽ പേരുമില്ല. വീട് പണിക്കെടുത്ത 1.5 ലക്ഷം രൂപ പെരുകി 3 ലക്ഷമായതോടെ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നു. അപ്പോൾ ഈ കുട്ടിക്ക് സുഖപ്രസവം വീട്ടിലായതിൻ്റെ പേരിൽ ജനന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്ന് കാരണന്മാരായിട്ടാണ് അത് പഞ്ചായത്തിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ കുട്ടി പ്രസവിച്ച് വരുമ്പോൾ ഈ കുട്ടിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ കുട്ടിയായിട്ട് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പോയതിൻ്റെ പേരിൽ ആ നടപടി കാര്യങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഈ കുട്ടി വളരെ കാലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ ESIയിൽ ചികിത്സയിൽ നാർപ്പുകര മെഡിക്കൽ കോളേജിൽ. കാരണം 8 മാസം കഴിഞ്ഞിട്ട് കുട്ടി മുട്ടുകുത്ത് നഗതായതിനു ശേഷമാണ് ഇതിൻ്റെ അന്വേഷണങ്ങളായിട്ട് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ കുട്ടിക്ക് വളർച്ചയും കാര്യങ്ങളൊക്കെ കുറവായി നട്ടെല്ല് കുത്തി വെള്ളമെടുത്ത് അന്ന് മുതൽ ഈ കുട്ടി നടക്കുകയില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ വന്ന് ഇങ്ങനെ കിടന്ന് പിന്നെ ഞങ്ങൾ തന്നെ ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് ആശുപത്രികളും ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 8 വയസ്സിൽ നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷ മെഡിക്കൽ കോളേജിൽ കോട്ടയം അർപ്പുകര മെഡിക്കൽ കോളേജിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഇവനെ കൊണ്ടുപോകാത്ത ഇടങ്ങളുമില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടിയെ തലച്ചോറിന് വളർച്ചയില്ലാന്നും കുട്ടി നടക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് പോകുന്നതിന് ശേഷം പിന്നെ 14 വയസ്സ് വരെ ഇതിൻ്റെ സംരക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിപ്പോയി. 14 വയസ്സിലാണ് ഇതിനെക്കുറിച്ചൊരു വരുമാനങ്ങളൊന്നുമില്ല. ഞാൻ ഇഷ്ടക്കളത്തിൽ പണിക്ക് പോകുന്ന കാലമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ സാമ്പത്തിക കാര്യങ്ങളില്ല, ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഇതിൻ്റെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷയായിട്ട് ചെന്ന് പല കാര്യങ്ങളായിട്ട് ചെന്നപ്പോൾ ഗ്രാമസഭയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പെൻഷൻ നടപടികളൊന്നും അന്ന് ആ കാലത്ത് നടന്നില്ല. നടക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അത് പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഈ കുട്ടീനെ ഓട്ടോറിക്ഷ വിളിച്ച് വിടുന്ന് ഞാനും ഭാര്യയും കൂടി കൊണ്ടുപോയി. അവിടെ ചെന്ന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവൻ ഇന്ന അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ കൊണ്ട് നടക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള തീർപ്പ് കൽപ്പിച്ച് അവിടുന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ട്. പിന്നെ 14ാമത്തെ വയസ്സിലാണ് സർട്ടിഫിക്കറ്റ് എടുക്കണേ. സർട്ടിഫിക്കറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പെൻഷൻ അപേക്ഷിച്ചിട്ട് പെൻഷൻ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പല വഴികളും നോക്കി നടപടിയായില്ല. അങ്ങനെ നമ്മുടെ അവർ മന്ത്രിസഭയിൽ ആദ്യമായിട്ട് നമ്മുടെ തൊട്ടടുത്ത് കപ്രശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നു. വന്നപ്പോൾ ഞാനും ഭാര്യയും കൂടി കൊച്ചിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഓടി നടന്ന് അവിടെ ചെന്ന് ഈ കൊച്ചിനെ കൊണ്ടുവരുന്ന ഇവരെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് ഇവനങ്ങനെ ഒരു വികലാംഗ പെൻഷനായിട്ട് അനുവദിച്ച് തന്നുകൊണ്ടിരുന്നു. അതിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ വരെ തന്നത്. അതിനിടയ്ക്ക് ഭാര്യയ്ക്ക് തന്നുകൊണ്ടിരുന്നായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ 2018 സെപ്റ്റംബർ 18 വെള്ളപ്പൊക്കം കഴിഞ്ഞ് ആ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വന്നിരുന്നു. ആ ഒരു ഗഡുവ് കിട്ടി. പിന്നെ വന്ന 2-3 പെൻഷൻ അതൊന്നും കിട്ടിയിട്ടില്ല, ഒക്കെ മുടങ്ങി. അപ്പോൾ അതിനിടയ്ക്ക് ഭാര്യയ്ക്ക് പിന്നെ പെൻഷൻ കിട്ടിയിട്ടില്ല. 2018 കഴിഞ്ഞിട്ട് പിന്നെ പെൻഷൻ ഒരു പ്രാവശ്യം വന്നിട്ട് അത് മുടങ്ങിപ്പോയി. രണ്ടാമത് വന്നിട്ടും മുടങ്ങിപ്പോയേക്കാണ്. ഇപ്പോൾ 3ാമത്തെ പെൻഷൻ വരുന്നത് അതും മുടങ്ങുമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി. അതനുസരിച്ചാണ് ഇപ്പം പറയണേ. അപ്പോൾ ഭാര്യയുടെ പെൻഷൻ നോക്കുന്നതിനൊരു പെൻഷൻ്റെ അതിപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് അതും കിട്ടിയിട്ട് ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ നിരന്തരമായിട്ട് ഒരു 50 ടിക്കറ്റ് ലോട്ടറി ആയിട്ട് ഇതാ നെടുവന്നൂർ ജംഗ്ഷനിൽ ഗേറ്റിൽ ഒരു തട്ടിട്ട് അവിടെ ഇരുന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ വീട് ഒരു ലോൺ എടുത്തിരുന്നു സഹകരണ ബാങ്കിൽ നിന്ന്. അന്ന് 2014 വീട് അനുവദിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീടാണ്. 2 ലക്ഷം രൂപയാണ്. ആ 2 ലക്ഷം രൂപ കൊണ്ട് സെൻസേഡ് വരെ എത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം
ഭൂമി എൻ്റെ പേരിലല്ലായിരുന്നു, എൻ്റെ അമ്മയുടെ ഇതിലാണ് കിടന്നിരുന്നത്. അത് പിന്നെ എൻ്റെ പേരിലേക്ക് ഞാൻ പോയി അന്വേഷിച്ച് തൃപ്പൂണിത്തുറ ട്രൈബ്യൂണൽ കോർട്ടിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പട്ടയവും കിട്ടി. അതുകൊണ്ട് എൻ്റെ പേരിൽ ആധാരം ചെയ്തതിന് ശേഷം 2014 ഞാൻ സൊസൈറ്റി സഹകരണ ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നു. ആ ലോൺ എടുത്ത് ഇപ്പം 24 ഇപ്പം അത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അത് ജപ്തി നടപടിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം 3 ലക്ഷം രൂപ അടയ്ക്കണം. മാർച്ച് 31-ാം തീയതിക്ക് മുമ്പിൽ അടച്ചില്ലെങ്കിൽ അത് ജപ്തി നടപടികളായിട്ട് വന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റും കടലാസും പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. മകന് ആധാർ കാർഡില്ല, റേഷനരി ഇല്ല, പെൻഷനില്ല. ഇതൊന്നും ഇത്ര കാലം നടന്നിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം എൻ്റെ മകൻ്റെയാണ്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മകന് ഒരാനുകൂല്യം ഗവൺമെൻറ് പരമായിട്ട് കിട്ടുന്ന ഒരാനുകൂല്യവും ഇല്ല. ഞാൻ 2018 ഷോക്ക് വന്ന് 5-6 കൊല്ലം കിടപ്പിലായിരുന്നു. ഇപ്പോൾ ഒരു വടി കുത്തി പിടിച്ച് ഗേറ്റ് വരെ പോകും, വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ജീവിതം. കാരണം 2004 മുതൽ ഇവരുടെ പുറകെ ഞാൻ നടക്കുന്നതാണ്. പഞ്ചായത്ത് തലത്തിലും എല്ലാ തലത്തിലും പല വഴിക്ക് എല്ലാ അക്ഷയകളും കയറി ഇറക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ പറമ്പത്ത് അക്ഷയുണ്ട്, പഞ്ചായത്ത് അക്ഷയുണ്ട്. ആ അക്ഷയയിൽ പോയി, അത്താണിയിൽ പോയി, മേക്കാട് പോയി, കാഞ്ഞൂരിൽ പോയി, കയപ്രയിൽ പോയി. ഈ കാണാവുന്ന അക്ഷയകൾ മുഴുവൻ ഞാൻ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ഇവൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട്. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും അത് 18 വയസ്സ് കഴിഞ്ഞാൽ. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.